അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കിയിലെ, അതായത് തൊടുപുഴയ്ക്കടുത്തുള്ള പൂമാല എന്ന് പറഞ്ഞ പ്രദേശത്താണ്. അപ്പം എനിക്ക് ഇന്നലെ ഇങ്ങോട്ടൊരു ട്രിപ്പ് വരേണ്ടി വന്നു. എൻ്റെ അനിയൻ്റെ ഭാര്യ വീട് ഇവിടെയാണ്. അപ്പോൾ അങ്ങോട്ടുള്ള ഒരു ആവശ്യമായിട്ട് വരേണ്ടി വന്നതാണ്. അങ്ങനെ വന്നപ്പോഴാണ് ഇവിടുത്തെ പള്ളിയിലെ പെരുന്നാളാണ്. അതുകൊണ്ട് ചേട്ടാ നിന്ന് പോകേണ്ട, ഒരാളെ പള്ളി പെരുന്നാൾ കൂട്ടിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ അങ്ങോട്ട് നിന്ന് അവിടെ ആണ്ട് നേർച്ചയാണ്, അറിയാലോ, ഇപ്പം മിക്ക പള്ളികളിലും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇന്ന് ഇവിടുത്തെ ഈ പള്ളിയിൽ നിന്ന് നേർച്ച സദ്യ കഴിക്കാൻ എനിക്ക് ഒരു ഭാഗ്യമുണ്ടായി. കാരണം ഞാൻ ഒരിക്കലും ഇവിടെ വരുമെന്നും ഇങ്ങനെ നിന്ന് എത്തിപ്പെടുമെന്നും പ്രതീക്ഷയില്ല. അതൊക്കെ നിയോഗമാണെന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കുന്നു. എല്ലാം തമ്പുരാൻ്റെ ഒരു അനുഗ്രഹം. കാരണം അല്ലാതെ ഞാൻ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് ഇവിടെ ഡ്രോപ്പ് ചെയ്ത് നേരെ തിരിച്ചു പോയാൽ മതിയായിരുന്നു. പക്ഷെ അവിടെ നിൽക്കേണ്ടി വന്നു. പിറ്റേ ദിവസം അതുകൊണ്ട് പള്ളിയിൽ കുർബാനയ്ക്ക് പോയി നേർച്ച സദ്യ കഴിച്ചു. വളരെ നല്ല വിശ്വാസപരമായിട്ടുള്ളൊരു ദിവസമായിരുന്നു. ഭയങ്കരമായിട്ട് മനം നിറഞ്ഞു, സന്തോഷം. കാരണം പൂമാല പള്ളിയിൽ എത്തിപ്പെടുക അല്ലെങ്കിൽ അതൊക്കെ ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളാണ്. അതോ അങ്ങനെയാണല്ലോ സംഭവിക്കുന്നതും. എന്തായാലും നല്ല ക്രൗഡായിരുന്നു, തിരക്കുണ്ടായിരുന്നു. നമ്മൾ ക്യൂ നിന്ന് സദ്യ മേടിച്ചു. നല്ല ചെണ്ടമേളക്കാരുണ്ടായിരുന്നു. ഒന്നിനൊരു കുറവുണ്ടായില്ല കേട്ടോ. കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. അങ്ങനെ സദ്യ എല്ലാം കഴിച്ചതിന് ശേഷം പള്ളിയിൽ നേർച്ച കേട്ട് നേരെ തിരിച്ച് കുഞ്ഞപ്പനെ ടീമിനെ എടുത്തിട്ട് കുഞ്ഞപ്പൻ എന്ന് വെച്ചാൽ ബിജീഷ് കേട്ടോ. കുഞ്ഞപ്പൻ്റെ യഥാർത്ഥ പേര് ബിജീഷ് എന്നാണ്. കുഞ്ഞപ്പൻ്റെ വൈഫ് ഹൗസ് കൊണ്ടാക്കിയതിന് ശേഷം ഞാൻ തിരിച്ച് എറണാകുളത്തേക്ക് പോകാനുള്ള പരിപാടിയാണ്. അങ്ങനെ കുഞ്ഞപ്പനെയും ഫാമിലിനെയും കൂടി വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ടിൻഡു ബേക്കറിയിൽപ്പുണ്ട്. കുഞ്ഞപ്പൻ്റെ വൈഫാണ്, ചാച്ചനുണ്ട്, പിള്ളേർ രണ്ടുപേരും കുഞ്ഞപ്പൻ്റെ അടുത്താണ്. അങ്ങനെ വീട്ടിൽ കൊണ്ടാക്കി ഞാൻ നേരെ എറണാകുളത്തേക്ക് തിരിച്ചു പോകാം കേട്ടോ. കാരണം ഇനിയിപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.